إن الحمد الحمد لله نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم والذين خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليكم خبير. സ്നേഹമുള്ള ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും നമുക്കും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്കും വിട്ടുപോർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള രോഗങ്ങളെയും മാറ്റിയും അള്ളാഹു നമ്മുടെ എല്ലാം ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാ സൃഷ്ടിച്ച്? മിൻ സക്കറിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഖുർആനിന്റെ ഈ ഉപദേശം, ഈ പ്രഖ്യാപനം, ഇത് ലോകത്ത് ആർക്കും പറയാൻ കഴിയാത്തൊരു പ്രഖ്യാപനം. ഖുർആന് മാത്രം പറയാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനം. ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാകും. ഒരച്ഛന്റെ, ഒരു അമ്മയുടെ, ഒരു ഉപ്പയുടെ, ഒരു ഉമ്മയുടെ മക്കളാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് വേർതിരിവില്ല. ഈ ആയത്ത് 1400 വർഷങ്ങൾക്കപ്പുറം ഇറങ്ങേണ്ട ആയത്തല്ല,
മറിച്ച് ഇന്നിറങ്ങേണ്ട ആയത്താണെന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുക. നിങ്ങൾ നമുക്ക് ലോകത്തെ ഏറ്റവും പുരോഗമിച്ച രാജ്യം അമേരിക്കയാണെന്ന് അമേരിക്കയല്ലാത്തവർ പോലും പറയുന്നു. അവർ മാത്രമല്ല, നമ്മളൊക്കെ പറയുന്ന ലോകത്തെ ഏറ്റവും പുരോഗമിച്ചത് സാംസ്കാരികമായിട്ടും അല്ലാതെയൊക്കെ പുരോഗമിച്ചത് അമേരിക്കയാണ്. പക്ഷെ അവിടെ പോയി നമ്മൾ ഈ ആയത്ത് അവർ ബോധി കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? അവിടെ കറുത്തവരും വെളുത്തവരാരാണ്? ഉന്നത ജാതിക്കാർ. കറുത്തവരോ ഏറ്റവും താണവർ. ഖുർആൻ എന്താ പറഞ്ഞ്? അങ്ങനെ ഒരു താണവരും മുന്തിയവരുമില്ല, എല്ലാവരും ഒരച്ഛൻ്റെയും അമ്മയുടെ മക്കളാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്, പ്ലെയിനിൽ ഒരു അമേരിക്കക്കാരി യാത്ര ചെയ്യാണ്. തൊട്ടടുത്ത് ഇരിക്കുന്നത് സീറ്റ് കിട്ടിയതൊരു കറുത്തവനാണ്. അവൾ പ്ലെയിനിന്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇതെന്താണ്? ഞാൻ വെളുത്ത ഉയർന്ന ജാതിയാണ്, എൻ്റെ അടുത്താണ് ഈ കറുത്തവന് സീറ്റ് കൊടുത്തത്. ആ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? നീ മാറിയിരിക്കണമെന്ന് അവനോട് പറയാൻ പറ്റില്ല, കറുത്തവനോട്. അവരെന്ത് ചെയ്തു? അപ്പോ ഇയാളോട് പറഞ്ഞു, ഇതാ സുഹൃത്തെ, താങ്കൾക്ക് ഞങ്ങൾ ഈ പ്ലെയിനിന്റെ 1-ാം സീറ്റിലേക്ക്, ഏറ്റവും ഉയർന്ന സീറ്റിലേക്ക് ഞങ്ങൾ നിങ്ങളെ മാറ്റുന്നു. അയാൾ പോയിരുന്നു, 1-ാം ക്ലാസ്സിലേക്ക് അയാൾ ഇരുന്നു. അമേരിക്കയിൽ തന്നെ നടന്ന മറ്റൊരു സംഭവം, ഒരു വെള്ളക്കാരനായ പോലീസുകാരൻ കറുത്ത ഒരാളെ പിടിച്ചുകൊണ്ടുപോയിട്ട് നടു റോഡിനിട്ടിട്ട്, ലോകം മുഴുവനും കണ്ടതാണ്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന, അവനെ പിടിച്ചു കിടത്തിയിട്ട് അവരുടെ കഴുത്തിൽ കാല് വെച്ചു. അവൻ പറയാണ്, എനിക്ക് ശ്വാസം മുട്ടുന്നു. പോലീസുകാരൻ, എനിക്ക് ശ്വാസം മുട്ടുന്നു, ശ്വാസം കഴിയുന്നില്ല. ഓൻ കുട്ടിന്റെ ചവിട്ടി പിടിച്ചു, അവിടെ തന്നെ മരിച്ചുപോയി. എന്തേ കാരണം? ഓൻ വെളുത്തവനാണ്, പോലീസുകാരൻ. മറ്റവൻ കറുത്തവനും. മറ്റവൻ താണുജാതി, ഈ പോലീസുകാരൻ ഉയർന്ന ജാതി. ഇത് അമേരിക്കയുടെ അവസ്ഥ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ എന്താ വായിച്ച്, ഒരു ചെറിയ കുട്ടി ദാഹിച്ചിട്ട് പൈപ്പിൽ പോയി വെള്ളം കുടിച്ചു. ആര് കുടിക്കുന്ന പൈപ്പാത്? ഉയർന്ന ജാതി ബ്രാഹ്മണന്മാർ കുടിക്കുന്ന പൈപ്പിൽ പോയിട്ട് ഈ താണജാതി ദളില് പയ്യും വെള്ളം കുടിച്ചു. എന്താ ഉണ്ടായത്? കൊന്നു കളഞ്ഞു. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നടന്നതാണ്. അപ്പൊ ഈ ആയത്ത് എവിടെ ഓതണം? അമേരിക്ക പോയിട്ട് അമേരിക്കക്കാർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഈ അമേരിക്കക്കാരാ, നമ്മൾക്ക് താണജാതിയും അന്ത്യജാതിയും ഇല്ല, എല്ലാവരും ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. എന്നിട്ട് രണ്ടാമത് ഇത് ഓതി കേൾപ്പിക്കേണ്ടത് ഇന്ത്യയിലാണ്. ഇന്ത്യക്കാരോട് പറയണം, ഇന്ത്യക്കാരെ, നമ്മളെ സൃഷ്ടിച്ചത് ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളായിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ താണജാതിയും അന്ത്യജാതിയും ആരുമില്ല എന്ന് അവർക്കും ഓതി കേൾപ്പിച്ചു കൊടുക്കണം. പക്ഷെ ആരുണ്ട് ഇത് ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ? എത്ര ആൾക്കറിയാം ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന്? ഇത് അവർക്ക് മാത്രമല്ല, നമ്മളും എവിടെയാണ് നിൽക്കുന്നത്? ഈ ഓതുന്ന ഖുർആന്റെ അനുയായികൾ പോലും, അയാളുടെ കൂട്ടത്തിലും മുന്തിയവരുമുണ്ട്, താണജാതിയുമുണ്ട്, അല്ലേ? തങ്ങന്മാരാരാണ്? ഉയർന്ന ജാതിക്കാർ. തങ്ങന്മാരും ബീവിമാരും ഉയർന്ന ജാതിക്കാർ. നമ്മളൊക്കെയോ താണജാതിക്കാർ. എങ്ങനെ ഈ ഖുർആന്റെ അനുയായികളുടെ കൂട്ടത്തിലും ഈ താണജാതിയും അന്ത്യജാതിയും ഉണ്ടായി? അപ്പോ നമ്മളും അമേരിക്കയിലും ഇന്ത്യയിലും മാത്രമല്ല, മുസ്ലിങ്ങൾക്കും ഈ ആയത്തോടി കേൾപ്പിച്ചു കൊടുക്കണം. നമ്മളെല്ലാവരും ഒരു ഉമ്മയുടെയും ആദമിന്റെയും അവയുടെയും മക്കളാണ് എന്നത് ഇവരെ എല്ലാവരെയും ഓതി കേൾപ്പിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ആരട്ട് കേൾപ്പിക്കാൻ? അള്ളാഹു ചോദിക്കുന്ന ഖുർആനിൽ ഒരുപാട് ആയത്തുണ്ട്. നിങ്ങളോടിപ്പം ഖുർആനിൽ സൂറത്ത് ബഖറ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് പറയാവുന്ന എത്ര ആളുടെ സദസ്സിൽ? ഒന്ന് കൈപൊക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്ക് കൈപൊക്കാൻ കഴിയും? പക്ഷേ ഖുർആനിൽ ഒരായത്തുണ്ട്, ഏറ്റവും ചെറിയ ആയത്ത്. ഖുർആനിലെ സൂറത്തുകളിൽ ഏറ്റവും ചെറിയ സൂറത്ത് ബഖറയെ പോലെ, സൂറത്ത് അന്നാമിനെ പോലെ, സൂറത്ത് ആറാഫിനെ പോലെ വലിയ സൂറത്തല്ല, ഏറ്റവും ചെറിയൊരു സൂറത്ത്. ഇതറിയാത്തവർ
ഈ സദസ്സിലുണ്ടോ കൈബന്ധിക്കുന്നവനെ അവർ കൈബന്ധിക്കില്ല. എല്ലാവർക്കും അറിയാം ഈ സൂറത്ത് ഏതാണ്. വല്ലസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വല്ലസർ കാലത്തെ കൊണ്ട് സത്യം. അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു. അള്ളാഹു നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ സത്യം ചെയ്ത് പറയേണ്ട ഒരാവശ്യമില്ല. അള്ളാഹ് പറഞ്ഞാൽ മതി. എന്നിട്ടും വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. വല്ലസർ കാലത്തെ കൊണ്ട് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാകുന്നു. ഇങ്ങനെ ഒരു വചനം ഖുർആനിൽ ഉണ്ടാകുമോ? ആദ്യമായി മുസ്ലിങ്ങളെ ശ്രദ്ധിക്കണം. എന്തേ എല്ലാവരും നഷ്ടത്തിലായിപ്പോയി? എന്തുകൊണ്ടാണ്? ഇല്ലല്ലദീന ആമനു. ഇല്ലല്ലദീന ആമനു ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ എന്നാണ് ഈ ആയത്തിലുള്ളെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷിച്ച് നടക്കാമായിരുന്നു, തുള്ളിച്ചാടി നടക്കാമായിരുന്നു. പക്ഷെ ഖുർആനിൽ അങ്ങനെയല്ല പറഞ്ഞേ. ഇല്ലല്ലദീന, ആരൊക്കെയാണ് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ? ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്തി. അവിടെ നിർത്തിയില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ എന്നല്ലേ പറഞ്ഞേ. സൽക്കർമ്മം പ്രവർത്തിക്കുന്നതോടൊപ്പം ഈ സത്യം പ്രബോധനം ചെയ്യണം. നമ്മൾ കേട്ട ആയത്തുണ്ടല്ലോ, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മളിപ്പം വർഗീയതയുടെ അതുപോലുള്ള ഭീകരവാദത്തിന്റെ ഒക്കെ നടുവിലുള്ളത്. അവർക്ക് നമ്മൾ ഈ ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കണം. നമ്മളതേ കൂട്ടരെ, നമ്മളൊക്കെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. നമ്മുടെ കൂട്ടത്തിൽ വർഗീയവാദിയും ഭീകരവാദമൊന്നും ആവശ്യമില്ല. ഒരച്ഛൻ, നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരാണ്. ഇത് പറഞ്ഞു കൊടുക്കാത്തവർ ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്തി. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഇത് വതവാസൗ ബിൽ ഹഖ്, അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുകയും. അത് പ്രബോധനം ചെയ്യുമ്പം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ക്ഷമിക്കുകയും ചെയ്യുന്നവരൊഴികെ ബാക്കിയൊക്കെ നരകത്തിലാണ്. എത്ര അറിയത്? ഇതുപോലും നമുക്കറിയില്ല. ഏറ്റവും ചെറിയൊരു സൂറത്താണ്. ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ സൂറത്ത് അറിയാം. എന്നിട്ട് ഇതിൽ എന്താ പറഞ്ഞത് നമുക്കറിയില്ല. നമ്മൾ ആരും എത്ര ആൾ ചെയ്യാറുണ്ടെന്നിന്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളോടാ പറയുന്നത്. മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ഇതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, ഈ ആയത്തുകളൊക്കെ ജനങ്ങളെ കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ആരും തയ്യാറില്ലെങ്കിൽ, മിങ്കും ദീനി അന്തീനി ഫസൗഫ യത്തില്ലാഹു ബിഖൗമിൻ, അല്ലാഹു വേറൊരു കൗമിനെ കൊണ്ടുവരും. നിങ്ങൾ വേണ്ട. അള്ളാഹിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല, പോയിക്കോ, നിങ്ങൾ ആവശ്യമില്ല. അള്ളാഹു വേറൊരു കൗമിനെ കൊണ്ടുവരും. എങ്ങനത്തെ കൗമ്? ഫസൗഫ യത്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൗമിനെ അള്ളാഹു കൊണ്ടുവരും. പിന്നെയോ വഹിബ്ബു അതില്ലത്തിൻ അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് വിനയം കാണിക്കുന്ന, ഇസ്സത്തിൻ അലൽ കാഫിരീന, കാഫിരീങ്ങളോട് പ്രതാപത്തിൽ, ധൈര്യത്തിൽ. ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ ഖുർആനിലുണ്ട് എന്ന് സധൈര്യം പറയാൻ പറ്റുന്ന ഒരു കൗമിനെ അള്ളാഹു കൊണ്ടുവരും. അലൽ കാഫിന യുജാഹിദൂന ഫീ സബീലില്ലാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത് പ്രബോധനം, ഖുർആന്റെ ആയത്തുകൾ പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഖുർആന്റെ തിന്നതാ ഉള്ളത്, ഖുർആന്റെ തിന്നതാ ഉള്ളത് എന്ന് പറയാൻ ഒരുത്തനും പേടിക്കേണ്ടിയില്ല. ഇത് പറയാൻ ആരെ പേടിക്കണം? നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഒരച്ഛന്റെ അമ്മയുടെയും മക്കളാണെന്ന് പറയാൻ ആരെയും പേടിക്കണം? ആരെയും പേടിക്കേണ്ടിയില്ല. അലൽ മുഅ്മിന ഇസ്സത്തിന്റെ അലൽ കാഫിരീന, കാഫിരീങ്ങളോട് പ്രതാപത്തോടു കൂടി ഇത് പറയാൻ കഴിയുന്ന
പിന്നെ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പ്രബോധനം ചെയ്യും. അടുത്ത വചനം എന്താണ്? വലാ യഖാഫൂന ലൗമത്ത ലാഇമൻ, ഒരുത്തന്റെ ആക്ഷേപത്തെയും ആരുടെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല. വലാ യഖാഫൂന ലൗമത്ത ലാഇമൻ, ഒരുത്തന്റെ ആക്ഷേപം ഓരെന്ത് പറഞ്ഞാലും ശരി, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും. അങ്ങനത്തെ ഒരു കൗമിനെ അള്ളാഹു കൊണ്ടുവരും. ദാലിക ഫദിലുള്ള, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചിന്തിച്ച നമ്മൾ ഇതിന് തയ്യാറാകുന്നുണ്ടോ? ആകണോ? നമ്മൾ തയ്യാറില്ല, അള്ളാഹു പകരം ഒരാളെ കൊണ്ടുവരും. പിന്നെ നമ്മൾ കേൾച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ എത്ര ആളുണ്ട്? ആദ്യം ഇതിന്റെ പ്രബോധന രംഗത്ത് സജീവമായിരുന്ന പലരും ഇപ്പില്ല. ഓരൊന്നിനും കൊല്ലാതെ മൂലയിലിരിക്കുക, രോഗിയായിട്ടല്ല, ഓലിൽ നിന്നൊക്കെ വിട്ടുപോയി. ഇപ്പൊ അതിന് തയ്യാറില്ല. അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വേണം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇൻകാന ആബാഉക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരാണോ, ഔ അബ്നാഉക്കും നിങ്ങളുടെ പുത്രന്മാരാണോ, ഔ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരാണോ, അസ്വാജിക്കും നിങ്ങളുടെ ഭാര്യമാരാണോ, അശീറത്തക്കും നിങ്ങളുടെ കുടുംബക്കാരാണോ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനമാണോ, സമ്പത്താണോ, തിജാറത്തും നിങ്ങളുടെ കച്ചവടം, തഹ്ശൗന നിങ്ങൾ ഭയപ്പെടുന്ന, കസാദ നിങ്ങൾ നഷ്ടം വരുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമാണോ, വമസാകിന തർലൗന നിങ്ങളുടെ പാർപ്പിടമുണ്ടല്ലോ, ലക്ഷത്തിനും കോടിക്കണക്കിനും ഉറുപ്പികൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരങ്ങൾ അല്ലെ, അതാണോ നിങ്ങൾക്ക് അഹബ്ബയിലേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് അതാണോ, മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനെ റസൂലിനെ അല്ലാതെ, വജിഹാദിൻ ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതിൽ പ്രബോധനം ചെയ്യാതെ ഇതിനൊക്കെയാണോ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്? ഇപ്പറഞ്ഞ ആളുകൾക്കൊക്കെ ഈ കച്ചവടത്തിനും മുതലിനൊക്കെ ആണോ നിങ്ങൾ ചെലവഴിക്കുന്നത്? എങ്കിൽ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അള്ളാഹ് പറയാണ്, ഇത് നിങ്ങൾ തയ്യാറില്ല. നിങ്ങളുടെ മക്കളെയും ബാപ്പാന് നിങ്ങളുടെ വീടും സ്വത്തും കച്ചവടവും ഇതൊക്കെ ആയിട്ട് പോവാണോ നിങ്ങൾ? നിങ്ങൾ കാത്തിരുന്നോ? ഏതുവരെ? അവന്റെ ശിക്ഷ കൊണ്ടുവരും. അതുവരെ നിങ്ങൾ കാത്തിരുന്നോ? നോക്ക് നിങ്ങൾ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇവിടെ സെക്രട്ടറി ജുമാന്റെ ശേഷം വിളിച്ചു പറയാണ്, നമുക്കൊരു 5 മിനിറ്റ് നിങ്ങൾ ഇരിക്കണേ. ഈ പള്ളിയായി ബന്ധപ്പെട്ടവർ എത്ര ആൾക്കാണ്ട്? 10-40 ആളല്ലേ? ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇരിക്കണേ. എത്ര ആളിരിക്കും? 5 ആളിരിക്കും. ബാക്കി എന്തേ ഇരിക്കാത്തെ? ഈ പുറത്തുനിന്ന് വന്നവർ പോട്ടെ, ഈ കമ്മിറ്റിയായി ബന്ധപ്പെട്ടവരോട് ഒരു 5 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ തയ്യാറില്ലാത്ത എന്തുകൊണ്ട്? ഒലിക്ക് ഇതല്ല വലുത്. ഒലിക്ക് ഉടനെ പോണം, കുടുംബത്തെയും കൂട്ടി പോണ്ടിയുണ്ട്, ഹോട്ടലിലേക്ക് പോകണം, മറ്റു പല സ്ഥലത്തേക്കും പോണ്ടിയുണ്ട്. ഓല ഇറങ്ങിപ്പോവാണ്. അള്ളാഹു പറഞ്ഞു, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വലുത്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ ഒരു യോഗം വിളിച്ചാൽ എത്ര ആൾ വരും? ഇന്നേ ദിവസം യോഗം ഉണ്ട്, വിളിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ അവരിവിടെ കാത്തിരിക്കും. എത്ര ആൾ വരും? 4-5 ആൾ വരും. ബാക്കിയുള്ളവരൊക്കെ അറിയും യോഗമുണ്ട്. എന്തേ വരാത്തത്? എത്രയാ ഒലിക്ക് ദീനുമായിട്ട് ബന്ധമുള്ളൂ. ഒലിക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പിൽ. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാകുന്നു. എന്നാ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ, അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ
നമുക്ക് സാധ്യമാകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ المؤمن الجبار والمؤمن الغفار غافر الذنب قابل التوبة له الكتاب وعليه الحساب والصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي بتقوى الله. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തിയാണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ ആണാകട്ടെ പെണ്ണാകട്ടെ, വിദ്യാർത്ഥിനികളെ കോളേജിലേക്കും മറ്റും വിടുമ്പോൾ നമ്മൾ എത്ര ഭയപ്പാടിലാണ് മാതാപിതാക്കൾ. ഏത് വഴിക്കാണ് അവർ പോകുന്നത്? അവർ എങ്ങോട്ടാ പോകുന്നത്? അവരെ റാഞ്ചിയെടുക്കാൻ ഏതൊക്കെ കൂട്ടറുണ്ട്? നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടർ കാത്തിരിക്കുമ്പോൾ ലഹരിയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു കൂട്ടർ കാത്തിരിക്കുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥിനികളെ എങ്ങോട്ട് ഓരോരുത്തർ പോവാണ്? അവരവരുടെ ആദർശത്തിലേക്ക്, അവരവരുടെ ബിസിനസ്സിലേക്ക്, എന്തിലേക്കും. അവിടെ ഒന്നും നമ്മളെ കാണാനില്ല. ഈ വിദ്യാർത്ഥിനികളെ കൂട്ടി കൈപിടിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളുണ്ട് അവിടെ. അതേസരം കോളേജിന് ചുറ്റും മറ്റുള്ള എല്ലാവരും തപസ്സിരിക്കുകയാണ് ഒരു കുട്ടീനെ കിട്ടിയാൽ, അല്ലേ? ഈ കാലത്ത് നമ്മൾ പ്രബോധനത്തിന് ഇറങ്ങുന്നില്ല, പിന്നെ ആരുണ്ടാവുക? ആർക്കാ ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയാം? നമ്മളൊക്കെ ഇതിലൊക്കെ മീഡിയകളിലൊക്കെ കാണുന്നില്ലേ, ഓരോ മുസ്ലിം സ്ത്രീകളും ഏതേത് വേഷത്തിലാണ് അഴിഞ്ഞാടുന്നത്. അള്ളാഹു ഉണ്ട് എന്നൊരു ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അഴിഞ്ഞാടുകയാണ് എല്ലാവരും. കൊടുക്കുന്ന വസ്ത്രം, അല്ലേ, വേഷം, ഒന്നും അള്ളാഹിനെ പറ്റി ഒരു ചിന്തയില്ലാത്ത അവസ്ഥയിലല്ലോ. അവർക്കൊക്കെ ഈ പ്രബോധനം എത്തിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാളുള്ളത്? നമ്മൾ ഇതിന് തയ്യാറില്ലേ? അള്ളാഹ് പറഞ്ഞു നിങ്ങൾ വേണ്ട, ഞാൻ വേറെ ആളെ കൊണ്ടുവരുമോ? എന്ത് ചെയ്യണം? നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊടുക്കുക, എന്നിട്ട് അള്ളാഹു വേറെ ആളെ കൊണ്ടുവരുവാണോ വേണ്ടത്? ചിന്തിച്ചു നോക്കാം ഓരോരുത്തരും. അതുകൊണ്ട് ഓരോരുത്തർക്കും നിങ്ങളൊക്കെ രംഗത്തിറങ്ങിയിട്ട് വീടാന്തരം ഇത് പറയണമെന്നല്ല, നിങ്ങൾ വന്ന് പ്രസംഗിക്കണം, അല്ലെ എഴുതണം, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകണോ, ഇതൊന്നുമല്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നതില്ലേ? ഈ പ്രബോധനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഒരാൾക്ക് കഴിയുക എന്താണ്? സാമ്പത്തികമായിട്ട് സാധിക്കും, ആ പൈസ കൊടുക്കുക, എന്നിട്ട് സഹായിക്കുക. ഒന്നിനും കഴിയില്ല. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നടക്കുന്നത്, ആ പരിപാടിക്ക് നിങ്ങൾ വരണം എന്ന് ക്ഷണിക്കാൻ കഴിയുമോ? അതിനും കഴിയില്ല. ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ വന്നൊന്ന് ഇരുന്ന് തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുക? അള്ളാഹിനോട് നാളെ പരലോകത്തുനിന്ന് പറയാ, അള്ളാഹു എനിക്ക് പ്രബോധന രംഗത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ പരിപാടിയുണ്ട്, നിന്റെ പരിപാടി നടക്കുന്നിടത്ത് ഞാൻ പോയിരുന്നിട്ടുണ്ട്, ആരും ഇല്ലാണ്ടായിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നങ്ങ് പരലോകത്ത് അള്ളാഹിനോട് പറയാൻ കഴിയില്ല. എത്ര പരിപാടികൾ ഇവിടെ കോട്ടപ്പള്ളിയും തിരുവള്ളൂര് ആഞ്ചേരി, അല്ലേ, ഈ ചുറ്റുഭാഗത്ത് എത്ര പരിപാടികൾ നടന്നു. ഈ സദസ്സിൽ നിന്ന്, ഈ കല്ലേരിൽ നിന്ന് എത്ര ആൾ പങ്കെടുത്തിട്ടുണ്ട്? ആകെ ഒരു പോക്കർക്ക്, ഒരു മജീദും, ഒരു അസീസും, ഒരു അലിയും, അല്ലേ? ഇവരെല്ലാം എല്ലാ പരിപാടിയിലും ഓലിയെ കാണാറ്. വേറെ ഈ നാട്ടിൽ ഈ കല്ലേരി ആൾക്കാരില്ലേറ്റാ പോവാത്തത്? ഓലിക്ക് ഇതൊന്നും വേണ്ട, ഓലെ ചിന്തയും കാര്യം ഇതൊന്നും അല്ല, അല്ലേ? ഒന്ന് ചിന്തിച്ചൊക്കെ എത്ര ആൾക്കാർ പരിപാടി. അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ഏറ്റവും ചുരുങ്ങിയത്, അള്ളാഹു നിന്റെ പരിപാടി നടക്കുന്നിടത്ത് ഞാൻ പോയി ഇരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ, നമുക്ക് പറഞ്ഞ് അവിടെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനായ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അറിഞ്ഞും